ഞാൻ sruthykarthikeyan. Welcome back to our channel. മുത്തുമണി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മുത്തുമണി കൊണ്ടൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലെന്ന്. ഒരു മുത്തുമണി ചായ, അതായത് ഒരു ബബിൾ ടീ. നമ്മുടെ നാട്ടിലൊന്നും വലിയ പരിചയമില്ലാത്ത എന്നാൽ പുറം നാടുകളിൽ അടിപൊളിയായിട്ട് പോപ്പുലറായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ബബിൾ ടീ. അപ്പോൾ ഇത് ഈസിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വീഡിയോ കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബബിൾ ടീ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഈ ടാപ്പിയോക്ക സ്റ്റാർച്ച് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ചൂടായ പാനിലേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ ഇടണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ 1/4 കപ്പ് വെള്ളത്തിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ ഷുഗറാണ്, നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുക. ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഇത് ഡിസോൾവ് ആവണം. നമ്മൾ ബ്രൗൺ ഷുഗർ ഇടണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബബിൾ ടീക്ക് ഒരു നല്ലൊരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പേളിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രൗൺ ഷുഗർ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയൊക്കെ, ബ്രൗൺ ഷുഗറൊക്കെ. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ കൊക്കോ പൗഡറും ഈ ടാപ്പിയോക്ക സ്റ്റാർച്ചും, അതായത് ഈ കപ്പയുടെ സ്റ്റാർച്ചില്ലേ, അതാണ്. ഇതൊക്കെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒന്നിച്ച് ഇടണ്ട കേട്ടോ, അത് കട്ട പിടിക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡോ പോലെ ആക്കി എടുക്കണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല സ്റ്റിക്കി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം ചൂട് ഇരുന്നോട്ടെ, ചൂടോട് കൂടി തന്നെ കുഴക്കണേ, ഒരുപാട് ചൂട് വേണ്ട. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴക്കാം കേട്ടോ, കുഴയുന്നില്ല എന്നുണ്ടെങ്കിൽ. നല്ല ഇളം ചൂട് വെള്ളം കൊണ്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് കുഴക്കാം, മിക്സ് ചെയ്ത് കുഴക്കാം കേട്ടോ. കുഴക്കുന്ന ആൾ മാറി. ഇത് നല്ല ഇങ്ങനെ ഹാർഡാവുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഇങ്ങനെ ഇറ്റിട്ട് ഒഴിച്ച് കുഴക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു ക്ലേ പോലെ വരും കണ്ടോ, ക്ലേ. ഇങ്ങനെ വേണം കുഴക്കാനായിട്ട്. അതാണ് നമ്മൾ ചൂടോടുകൂടി കുഴക്കാൻ പറയണത്. അത്യാവശ്യം നമ്മൾ കോഴിക്കട്ടയിൽ കുഴക്കില്ലേ, ആ ചൂടിൽ കുഴക്കണം. കാരണം ഇത് തണുക്കും തോറും ഇത് ഹാർഡാവും. അപ്പോൾ നമ്മുടെ ഡോ ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു 4 പീസായിട്ട് മുറിക്കാം. ഇനി ഓരോ പീസിനെയും നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഓരോ പീസിനെയും നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി പോവുകയാണെങ്കിൽ ജസ്റ്റ് ആ ഇളം ചൂടുവെള്ളം കൈമേന്നാക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഇതിനെ മാക്സിമം നീളത്തിലാക്കുക. ഇതുപോലെ നമ്മൾ നീളത്തിൽ ഒരെണ്ണത്തിനെ മാക്സിമം വണ്ണം കുറച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തിയിട്ടുണ്ട്. നീളത്തിൽ ഇങ്ങനെ എന്താ പറയുക, കോല് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ 3 എണ്ണത്തിനെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം 4 എണ്ണവും ഇങ്ങനെ നല്ല നീളത്തിൽ, മാക്സിമം നീളത്തിൽ ഇങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വലിപ്പം കണ്ടോ, വീതി കണ്ടോ, വളരെ ചെറുതാണ് കേട്ടോ. അതായത് ഇങ്ങനെ സ്ട്രോ ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ ആ സ്ട്രോൻ്റെ അകത്ത് കൂടെ കയറി വരണം. ഇനി നമുക്കിതിനെ വീണ്ടും കുഞ്ഞിതായിട്ട് മുറിക്കണം. അതായത് ഒരു കണ്ടോ, ഈ ഒരു ഇതിൽ നമുക്കിത് എല്ലാം മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
ടരാ, ബോളായി. ഇതുപോലെ നമുക്കെല്ലാം ബോളാക്കി എടുക്കണം. ഇത് മൊത്തം കണ്ടോ, ഇതുപോലെ എല്ലാം ഇതുപോലെ ചെറിയ ചെറുതാക്കിയിട്ട് മുറിച്ച് ഇതുപോലെ ഒരു ഉണ്ട കുഞ്ഞ് മുത്തുമണികളുടെ പോലെ ആക്കിയിട്ട് ഇതുപോലെ കോൺ സ്റ്റാർച്ചിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ അവസാനത്തെ ഉണ്ടയും നമ്മൾ ഉരുട്ടിയിടുകയാണ്. ഇത് ഉരുട്ടണത് ഇത്തിരി പണിയാണ്, കാരണം നമുക്ക് ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഉരുട്ടിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. കണ്ടോ, നല്ല മണിയായിട്ട് കിടക്കുന്നുണ്ട്, മുത്തുമണിയായിട്ട്. ഇത് ഇങ്ങനെ ഉരുട്ടാൻ ഇത്തിരി പാടുപെട്ടെങ്കിലും ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടാപ്പിയൊക്കെ സ്റ്റാർച്ചിൽ ഇട്ടത് ഇങ്ങനെ ഒന്ന് അരിച്ച് പേള് മാത്രമാക്കി എടുത്തിട്ടുണ്ട്, അതായത് ബബിളെ മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. മുത്തുമണിയെ അപ്പോൾ നമുക്ക് ഈ മുത്തുമണികളെ ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ മുത്തുമണികളെ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിനൊരു അളവില്ല, അത്യാവശ്യം ഇത് മുങ്ങി കിടക്കാവുന്ന വെള്ളം. എന്നിട്ട് നമുക്ക് ഈ മുത്തുമണികൾ ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഇത് കുക്കാവട്ടെ, എന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് പറയാത്ത എന്താണെന്ന് വെച്ചാലേ, ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും. ഈ നമ്മൾ കപ്പയ്ക്ക് ഇങ്ങനെ കട്ട് കളയാനായിട്ട് ഊറ്റില്ല, അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. ഈ ബബിൾസ് മുങ്ങി കിടക്കുന്ന വെള്ളം, അതിലും കൂടുതലായാലും കുഴപ്പമില്ല. ഇത് ഊറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്നുകൂടെ അടച്ച് വെച്ച് കുറച്ച് നേരം വയ്ക്കാം. കാരണം ഒന്നുകൂടെ അവിടെ ഇരുന്നിട്ടേ ഒന്ന് കുക്കായിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഷുഗർ സിറപ്പിൽ ഈ പേള് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ്, ആ പേളില്ലേ കുക്ക് ചെയ്ത് വെച്ചാണത്, സ്ട്രെയിൻ ചെയ്ത് വെച്ചാണത്, അത് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പിനേക്കാൾ കൂടുതൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ 1/3 ഇതുണ്ടെങ്കിൽ അതിലെടുത്തോളാം കേട്ടോ. ഇതൊരു 5 ടേബിൾ സ്പൂണൊക്കെ വരും. അത് നമുക്ക് ഇട്ടിട്ട് ഷുഗർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല സ്ട്രെയിൻ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രെയിൻ ചെയ്ത ഈ ബബിൾസിനെ ഈ ബ്രൗൺ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ലുക്കിൻ്റെ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മുത്തുമണികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജായ ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം കുറച്ച് ഈ ബബിൾസിന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ്സിൽ കാണിച്ചു തരാം, 2 ടൈപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ച് ഐസ് ഇടാം. കുറച്ച് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കട്ടൻ ചായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടൻ, ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാലൊഴിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ടൻ ഒഴിച്ചു കൊടുക്കും. കടുപ്പനുസരിച്ച് കട്ടൻ കഴിക്കാം.
ബബിൾ ടീ, മുത്തുമണി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് ഷെയ്ക്ക് ചെയ്തിട്ടാണ് തരിക. അപ്പോൾ ഞാൻ ഒരെണ്ണം ഷെയ്ക്ക് ചെയ്യാണ്ടും ഒരെണ്ണം ഷെയ്ക്ക് ചെയ്തും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. ഇനി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. യെസ്, നമ്മളുടെ ബബിൾ ടീ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തുമണി ചായ, അതായത് നമ്മളുടെ ബബിൾ ടീ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ